അങ്കിളെ പറത്തി വിട്ടോ, പരീക്ഷയാണേ. പരീക്ഷയ്ക്ക് മുമ്പേ നിങ്ങളെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അത് അങ്കിള് തന്ന വാക്കാ. ശിവനങ്കിള് പറഞ്ഞ അത് വാക്കാണെന്നറിയാം. എങ്കിലും പരീക്ഷ ആയതുകൊണ്ട് പറയുന്നതാ, പറത്തി വിട്ടോ. സമയമുണ്ട്, ടെൻഷൻ അടിക്കണ്ട. പിന്നെ നമ്മുടെ ഈ മയിൽവാഹനം ഉണ്ടല്ലോ, അത് നമ്മളെ ചതിക്കില്ല മക്കളെ. അയ്യോ 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 അമ്മേ വണ്ടി തട്ടി. അയ്യോ എന്റെ തല പോയേ അമ്മേ. അയ്യോ നീ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നേ? അയ്യോ ഈ അമ്മ വന്ന് വട്ടം ചാടിയതാ. നീ 100 വന്നത്. അതുകൊണ്ടൊന്ന് ഇടിച്ചിട്ട് നീ ഒന്ന് ന്യായം പറയുന്നോടാ. അങ്ങോട്ട് സുഹൃത്തെ, എന്നെ തല്ലിക്കൊണ്ടിരിക്കാതെ ഈ അമ്മയും കൊണ്ട് എടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. എടുക്ക്. നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിക്ക്. വാ പിടിക്ക്. അയ്യോ ആ വണ്ടിക്ക് കൈ കാണിക്കേ. ഒന്ന് നിർത്തണേ. അയ്യോ ആ നിങ്ങൾ അധികരിക്കോ. നീ ആർക്കാ ഫോൺ ചെയ്യുന്നേ? വണ്ടി എടുക്ക്, ഇതിന് പുറകെ പോകാനുള്ളതാ. ചേട്ടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. പെട്ടെന്ന് കൊണ്ടുപോ. എന്താ ചേനെ? നീ ആ മുടവനെ ജംഗ്ഷനിലോട്ട് വന്നേ. ചെറിയൊരു സീനുണ്ടായി. നീ കുട്ടികളെ സ്കൂളിലേക്ക് ആക്കണം. ഞാൻ അതിന്റെ അടുത്ത് ഉണ്ട് അച്ഛനെ. ഞാനിപ്പോ എത്തിക്കോളാം. നീ എളുപ്പം വാ. വണ്ടി എടുക്കാനാ പറഞ്ഞത്. അതെ, അവിടത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ വിടത്തുള്ളൂ. ചേട്ടാ, ഈ കുട്ടികളുടെ പരീക്ഷയാ. അവരെ സ്കൂളിലാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. ചേട്ടാ, ഞാൻ പറയുന്നു വന്നേ പറ്റൂ. എന്താ ചേനെ? എന്താണ്ടായേ? വണ്ടി ഒന്ന് മുട്ടിയതാടാ. നീ കൊച്ചുങ്ങളെ കൊണ്ട് എളുപ്പം സ്കൂളിലേക്ക് പോകാൻ നോക്ക്. ഞാൻ നിന്നെ വിളിച്ചോളാം. എന്താ ചേനെ? ഞാൻ ഇടപെടണോ? വേണ്ടടാ, ഇന്ന് കുട്ടികൾക്ക് പരീക്ഷയാ. എളുപ്പം എത്തിച്ചാ മതി അവരെ സ്കൂളിലേക്ക്. ബാഗ് വണ്ടിയുടെ ബാക്കിലുണ്ട്, പോയെടുക്ക. സംസാരിച്ചിരിക്കാതെ വണ്ടി എടുക്ക്. ചേട്ടാ, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അമ്മയെ വട്ടം ചാടിയത്. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നീ ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്ക്. നീ പൊക്കോ. കേറാൻ. ചേട്ടാ നിങ്ങൾ വാ. കേറ് മക്കളെ. കണ്ടോ, നമുക്ക് വേണ്ടിയുള്ള പണവും സുരുക്കൂട്ടി വെച്ചുകൊണ്ടുള്ള ആ കാണിക്കവഞ്ചിയുടെ ഇരിപ്പ് കണ്ടോ? അത് നിറയെ നമുക്കുള്ള പണവാ. ഇതിപ്പോ മാസത്തിലും വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെടുത്തോണ്ട് പോവില്ലേ? പിന്നെ ഇതിലെന്തുണ്ടാവാനാ? വേലായുധനെ കള്ളനായിട്ട് ജനിച്ചതല്ല, ജനിച്ചതിന് ശേഷം കള്ളനായതാ.